ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തമ്പാൻ മുറിയിലേക്ക് പോയി സേതുവിന്റെ എല്ലാ മരുന്നുകളും എടുത്തുകൊണ്ട് വരികയാണ്. ഇതിലേതാണ് നിങ്ങൾക്ക് കഴിക്കാനുള്ളത് എന്ന് സേതുവിനോട് തമ്പാൻ ചോദിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, എല്ലാം ഒന്നിച്ച് കഴിച്ചോ എന്ന് തമ്പാൻ പറയുന്നു. ഇത് കേട്ട് അവന്തികയും സന്ദീപൊക്കെ ഒന്ന് ഞെട്ടി. അതെ, എല്ലാം നല്ലതാ, ഇതെല്ലാം കഴിച്ചോളാൻ തമ്പാൻ പറയുമ്പോൾ സേതു പറയുന്നു, ഇത്രയും ഗുളിക രാത്രി കഴിക്കാറില്ല. അതെന്താ കഴിച്ചാല് തനിക്കെന്താ ഇറങ്ങത്തില്ലേ, കഴിക്കടായിന് ദേഷ്യത്തോടെ തമ്പാൻ പറഞ്ഞു. ആ ഗുളിക എല്ലാം കൂടി അയാളുടെ അണ്ണാക്കിലിട്ട് ഇടിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കടാ എന്ന് മധു. എടാ, കുറച്ച് വെള്ളം ഒഴിക്കേ, അല്ലെങ്കിൽ ഉരുകി ചത്തുപോകും എന്ന് തമ്പാൻ പറയുന്നു. വീണ്ടും സേതു പറയുന്നു, രാത്രി ഇത്രയും ഗുളിക ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞില്ലേ, അതെന്താ ഇത്രയും കഴിച്ചാൽ ഇറങ്ങത്തില്ലേ എന്ന് തമ്പാൻ വീണ്ടും ചോദിക്കുന്നു. ഏത് ടാബ്ലറ്റ്സ് ഏത് സമയത്താണ് കൊടുക്കേണ്ടത് എന്ന് അർച്ചനടുത്തേക്ക് മാത്രമേ അറിയൂ എന്ന് സന്ദീപ് പറയുന്നു. എല്ലാം കൂടി അതിനകത്ത് എക്സ്പയറി ഡേറ്റ് ആയത് കിടപ്പുണ്ടായിരുന്നു എന്ന് അവന്തിക പറയുമ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് കഴിച്ചാൽ എന്തായെന്ന് തമ്പാൻ. അത് കൊടുക്കരുത്, ഒന്നിച്ച് കഴിച്ചാൽ അച്ഛൻ മരിച്ചു പോകും എന്ന് സന്ദീപ് പറയുന്നുണ്ട്. ആണോ, എന്നാ പിന്നെ അതെല്ലാം കൊടുത്തേക്ക് തമ്പാനെ എന്ന് മധു. കഴിക്കെന്ന് പറഞ്ഞ് സേതുവിന്റെ വായിലേക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുകയാണ് തമ്പാൻ. മധു, അവന്തിക അവർ രണ്ടുപേരും കൂടി തടയുന്നുണ്ട്. ആ സമയത്താണ് അർച്ചനയും സച്ചിയും അവിടേക്ക് വന്നത്. വീണ്ടും ഇട്ടുകൊടുക്കാൻ തുടങ്ങുമ്പോൾ അർച്ചന ഡാ എന്ന് വിളിക്കുന്നു. എന്നിട്ട് അവരവിടേക്ക് വന്നു. മാരടോ, അച്ഛന് മരുന്ന് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്ന് അർച്ചന അവരോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതിനൊന്നും സമയമില്ല, ഞങ്ങൾക്ക് വേഗം പോണം. എന്തു പറ്റി ഇവന്റെ കവിളിൽ ഒരു പാടെന്ന് സച്ചിയുടെ കവിളിലേക്ക് നോക്കി മധു ചോദിക്കുന്നു. മുറിയിൽ വെച്ച് പോലീസിനെ വിളിക്കാൻ നോക്കി, അതിനൊരു ഗിഫ്റ്റ് കൊടുത്തതാണ് എന്ന് അവര് പറയുമ്പോൾ മധു പറയുന്നു, എന്തിനാ ഇവരുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാതെ അടി വേയിക്കുന്നത്. അർച്ചനയോട് പറയുന്നു, അർച്ചനെ ഞാനൊരു കോംപ്രമൈസ് പറയാം, ഇത് ലാസ്റ്റ് കോംപ്രമൈസ് ആയിരിക്കും, അണ്ണം പറയണ്ട എന്ന് തമ്പാൻ. ഞാൻ അവസാനമായി ഒന്നുകൂടി ചോദിക്കുകയാണ്, ക്ഷമയുടെ ലാസ്റ്റ് പടിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു വാക്ക്, അർച്ചനയുടെ ഒരു വാക്ക് മാത്രം മതി. അനൂപ് എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾ പോയിക്കോളാം. ഇത് കേട്ട് അർച്ചന ദേഷ്യത്തോടെ പറയുന്നു, എനിക്കത് പറയാൻ മനസ്സില്ലെങ്കിലോ. അനുപേട്ടൻ എന്റെ സഹോദരനാണ്, അദ്ദേഹത്തെ കൊല്ലാൻ ഞാൻ കൂട്ടു നിൽക്കണമെന്നാണോ പറയുന്നത്. ദേഷ്യത്തോടെ അവന്തിക അർച്ചനയോട് പറയുന്നു, നിന്റെ ആങ്ങളയുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളെ കൊലക്കി കൊടുക്കണമെന്നാണോ നീ പറയുന്നത്. ഇവള് പറയില്ല, തല്ലി കൊന്നാലും ഇവള് പറയില്ലെന്ന് അവന്തിക. ഇത് കേട്ട് മധു പറയുന്നു, ഇനി ഞാൻ ക്ഷമിക്കില്ല, നിങ്ങൾക്കുള്ള സമയം അവസാനിച്ചു, ഇനി നീ പറഞ്ഞാലും മതി, പറയടാ അവന് നിങ്ങൾ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സച്ചി പറയുന്നു, അർച്ചന പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയൂന്ന് വിചാരിച്ചോ, ഒരിക്കലുമില്ല. അനുപേട്ടൻ എന്റെയും സഹോദരനാണ്, അനുപേട്ടനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരത്തില്ല. വാക്ക് പറഞ്ഞിട്ട് തെറ്റിക്കുന്നോടാ എന്ന് പറഞ്ഞ് മധു സച്ചിയുടെ കരണ തടിച്ചു. അവനെ കൊണ്ടുതരാൻ നേറ്റത് നീയല്ലേ, നീ തന്നെ പറയേ, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയടാ അവനെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് സച്ചിയോട് ചോദിക്കുമ്പോൾ എന്നെ കൊന്നാലും ഞാൻ പറയില്ലെന്ന് സച്ചി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് സച്ചി അടിക്കുന്നത്. സന്ദീപും സേതുവും ഒക്കെ തടയുന്നുണ്ടെങ്കിലും അവരെയും ഉപദ്രവിക്കുകയാണ് മധു. അർച്ചനയുടെ കഴുത്തിൽ കത്തി വയ്ക്കുന്നു. എന്നിട്ട് കത്തി എടുത്ത് മാറ്റിയിട്ട് ആ തോക്ക് ചൂണ്ടുകയാണ് മധു. നീ പറഞ്ഞില്ലേ, എല്ലാത്തിനെയും ചുട്ട് ചാമ്പലാക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ചില സമയം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാലിലാണെന്ന് ചിലർ പറയുന്നത് ഞാൻ എതിർക്കില്ല. അത് എനിക്കിഷ്ടമായത് കൊണ്ടല്ല, അത് സത്യമായത് കൊണ്ടാണ്. കൊല്ലാൻ ഞാൻ തീരുമാനിച്ചാൽ പിന്നെ അത് തടയാൻ നിന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് പറയുന്നു. തമ്പാൻ പെട്രോളുമായി അവിടേക്ക് വന്നു. ഇത് പെട്രോളാണ്, ഇനി ഒരൊറ്റ ചോദ്യം, അതിനുള്ള നിന്റെ ഉത്തരത്തിൽ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ജീവൻ മാത്രമല്ല മരണവും ഇപ്പോൾ നിന്റെ കയ്യിലാണ്. ഇവരുടെ എല്ലാവരുടെയും ജീവൻ, ഇവരൊക്കെ ജീവിക്കണോ മരിക്കണോ എന്ന് നിനക്ക് തീരുമാനിക്കാം. പറ, എവിടെയാ അനൂപ്. അർച്ചന പറയുന്നു, നിങ്ങളോടൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്ന്. ദേഷ്യത്തോടെ മധു പറയുന്നു, തമ്പാനെ. സച്ചിയുടെ ദേഹത്തും സന്ദീപിന്റെ ദേഹത്തും സേതുവിന്റെ ദേഹത്തുമൊക്കെ പെട്രോൾ ഒഴിക്കുകയാണ് തമ്പാൻ. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അർച്ചനയും നിൽക്കുന്നു. ഇനി ഈ വീട്ടിലുള്ള എല്ലാവരും കത്ത് തീരാൻ പോവുകയാണ് എന്ന് മധു പറയുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ അർച്ചനയോട് പറയുന്നു, അർച്ചന, ഈ കുടുംബം മുഴുവനും കത്ത് തീരട്ടെ എന്നാണോ നീ വിചാരിക്കുന്നത്. അച്ഛനോടെങ്കിലും ഇവളോട് ഒന്ന് സത്യം പറയാൻ പറഞ്ഞൂടെ, ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇതിനകത്ത് കിടന്ന് കത്തിച്ചാമ്പലാകും. അർച്ചന, നീ എന്തിനാ ഞങ്ങളെ കുരുതി കൊടുക്കുന്നത്. ഞങ്ങൾക്ക് നിന്നോട് എന്ത് തെറ്റ് ചെയ്തു. ഈ വീടിനകത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്. അകത്ത് രോഗിയായ എന്റെ ഭർത്താവ് എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുന്നുണ്ട് എന്റെ നന്ദേട്ടൻ. അവര് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്. അവരുടെ ജീവന് പോലും നിനക്ക് ഒരു വിലയുമില്ലേ. ഇതിനേക്കാൾ വലുത് നിനക്ക് നിന്റെ ആങ്ങളയുടെ ജീവനാണോ. സച്ചിയെങ്കിലും ഒന്ന് സത്യം പറയും, അല്ലെങ്കിൽ ഇയാൾ നമ്മളെ എല്ലാവരെയും കൊല്ലും എന്ന് അവന്തിക പറയുന്നു. മോളെ, ഞാനൊരു വയസ്സനാണ്, മരിക്കാൻ എനിക്കൊരു പേടിയുമില്ല. പക്ഷെ ഈ വീട്ടിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അത് നീ മറക്കരുത് എന്ന് സേതു. നന്ദൻ എഴുന്നേക്കാൻ വയ്യാതെ അകത്ത് കിടപ്പുണ്ട്. അനൂപ് എവിടെയാണെന്ന് നീ ഇവരോട് പറയണമെന്ന് ഞാൻ പറയില്ല. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും അത് മോള് തീരുമാനിച്ചാൽ മതി, ഞങ്ങളെ കൂടെയുണ്ടെന്ന് സേതു. വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ട, അവൻ എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് മധു. പക്ഷേ ഇനി ഈ ഭൂമിയിൽ നിങ്ങളും ഈ വീടും ഉണ്ടാവില്ല.
കത്തിത്തീരുന്ന ശവങ്ങളും ഈ വീടിന്റെ അസ്ഥികൂടവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ലൈറ്റർ എടുക്കാൻ പറയുന്നു. നമ്മുടെ ആളുകളോട് പുറത്തിറക്കാൻ പറയും വേഗം തന്നെ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോകുന്നു. ലൈറ്റർ എടുത്ത് കത്തിക്കാൻ തുടങ്ങുകയാണ് മധു. അരുത്, കൊല്ലരുതേ എന്ന് സേതു പറയുന്നു. അർച്ചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങളെ എന്തിനാ കൊല്ലുന്നത്? ദയവ് ചെയ്ത് ഞങ്ങളെ കൊല്ലരുതെന്ന് അവന്തിക. അപേക്ഷയുടെയും യാചനയുടെയും സമയം കഴിഞ്ഞു. ഇനി കാണാം കളി. ഇപ്പോ കത്തിത്തീരാൻ പോവുമല്ലേ എന്ന് പറഞ്ഞ് ലൈറ്റർ ഓൺ ചെയ്യാൻ തുടങ്ങുകയാണ് മധു. വേണ്ട വേണ്ട എന്ന് അർച്ചന. ആ സമയത്തൊരു കോള് വന്നു തമ്പാന്. അവർക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്, കൂടെ ഒരുത്തനും കൂടിയുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം കിട്ടിയെന്ന് പറയുന്നു. ഞെട്ടലോടെ അർച്ചന നിൽക്കുന്നുണ്ട്. അവന്തിക ആശ്വാസത്തോടെ. നമ്മുടെ ആളുകൾ ഇപ്പോൾ അവിടെ എത്തുമെന്ന് പറയുന്നു. മധു അവരോട് പറയുന്നു, ഇനി നിങ്ങളാരും ഒന്നും പറയണമെന്നില്ല. അവനെ ഒളിപ്പിച്ച സ്ഥലം എന്റെ ആളുകൾ കണ്ടെത്തി. തൽക്കാലം നിങ്ങളെ ഞാൻ കൊല്ലുന്നില്ല. എനിക്ക് വേണ്ടത് അനൂപിനെയാണ്. അവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒന്നും മറക്കണ്ട, ഇപ്പോ കൊന്നില്ല എന്ന് കരുതി ഇനി കൊല്ലില്ല എന്ന് വിചാരിക്കരുത്. ഇവിടെ കയറി വന്നത് നമ്മുടെ ഈ കൂടിക്കാഴ്ചയും അവസാനത്തേതാണെന്ന് വിചാരിക്കേണ്ട. അവന് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. ഇനി വരുന്നത് ഒരു ടാങ്കർ നിറയെ പെട്രോളുമായിട്ടായിരിക്കും. ഒരു ഒറ്റൊരെണ്ണത്തിന്റെ ചാരം പോലും ബാക്കി വെക്കില്ല. അതുവരെ ഇവിടെ ഒരു ബ്രേക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട് മധുവും ടീമും മടന്നു പോകുന്നു. കരഞ്ഞുകൊണ്ട് അർച്ചന സച്ചിയുടെ അടുത്തേക്കും സേതുവിന്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ദേഷ്യത്തോടെ അവന്തിക പറയുന്നു, ഒരു സമയം വൈകിയിരുന്നെങ്കിൽ ഇവിടെ എല്ലാവരും കത്തിച്ചാമ്പലായേനെ. അച്ഛാ, എന്ത് ക്രൂരതയാ ഇവള് നമ്മളോട് കാണിച്ചത്? നമ്മളെല്ലാവരും ചത്താലും കുഴപ്പമില്ല, ഇവളുടെ ആങ്ങളെ രക്ഷപ്പെടണം. അത്രയ്ക്ക് സ്വാർത്ഥത ഈ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ അച്ഛാ? ദൈവളാണ് എല്ലാത്തിനും കാരണം. ഈ നിൽക്കുന്ന സച്ചിയുടെയും സന്ദീപിന്റെയും കത്തിക്കഴിഞ്ഞു കിടക്കുന്ന ശരീരം അച്ഛനെ കാണാൻ സാധിക്കുമായിരുന്നോ? ആദ്യം സ്നേഹയുടെ കുഞ്ഞ്, പിന്നെ അനൂപ്, പിന്നെ അത് കഴിഞ്ഞ് എന്റെ പാവം നന്ദേട്ടൻ. അത് കഴിഞ്ഞാണ് ഈ ഗുണ്ടകളുടെ വിളയാട്ടം. കാലന്റെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നത്. അത് ഓർമ്മ വേണം. ഇതിന്റെ എല്ലാം കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇവരുടെ വയറ്റിലെ ഈ കുഞ്ഞ് ഈ വീട്ടിൽ ജനിച്ചാൽ ഇവിടെ എല്ലാവരും വെന്ത് വെണ്ണീറായി പോകുമെന്ന് ജോത്സൻ പറഞ്ഞത് അച്ഛൻ മറന്നുപോയോ? ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വേണോ വേണ്ടയോ എന്ന് ഇനി നിങ്ങൾ തീരുമാനിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇവളുടെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തീർക്കുന്നതാണ് നല്ലത് എന്ന് അവന്തിക പറയുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന അവന്തികയോട് പറയുന്നു, നിർത്ത്, ഇനി ഒരക്ഷരം മിണ്ടിപ്പോവരുത്. എടുത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലണമെന്നാണോ? അവന്തിക പറയുന്നു, അതെ, കൊല്ലണം. എല്ലാവരും ടെൻഷനാകുന്നു. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു രാജ്യത്തിന് വേണ്ടി ഒരു നാടിനെയും, ഒരു നാടിനു വേണ്ടി ഒരു ഗ്രാമത്തെയും, ഗ്രാമത്തിന് വേണ്ടി ഒരു കുടുംബത്തെയും, ഒരു കുടുംബത്തിന് വേണ്ടി ആ കുടുംബത്തിലെ ഒരു അംഗത്തെയും കൊല്ലുന്നതിന് ഒരു തെറ്റുമില്ലെന്നാണ് ഞാൻ പറയുന്നത്. നിന്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ ഇതുവരെ ജനിച്ചിട്ടില്ല. നീ അതിന്റെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കൊല്ലണം അതിനെ എന്ന് അവന്തിക പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. ഞാൻ തയ്യാറാണെന്ന് അർച്ചന എന്ന് സച്ചി വിളിക്കുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ അതിനും തയ്യാറാണെന്ന് പറയുന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ ഇല്ലാതാക്കാം. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അവന്തിക പറയുന്നു, അനൂപിനെ കണ്ടെത്തിയെന്ന് ആ ഫോൺ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. ഈ കുടുംബത്തിലെ ഓരോരുത്തരുടെയും രക്ഷ. എല്ലാവരും കത്തിച്ചാമ്പലായി ഇവിടെ കിടന്നേനെ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി, ഈ വീടിന് വേണ്ടി, നിങ്ങൾ എല്ലാവരുടെയും മനസ്സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് വഴിപാട് കഴിപ്പിച്ച ഞങ്ങളുടെ ഈ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ ഒരുക്കമാണ്. അർച്ചന എന്നെ സച്ചി വിളിക്കുമ്പോൾ അർച്ചന പറയുന്നു, അതേ സച്ചിയേട്ടാ, നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട. ഇവിടെ എല്ലാവരുടെയും ശാപങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം നമ്മുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കേണ്ട. നമുക്കിത് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. പക്ഷെ എല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. എനിക്കെന്റെ അനൂപേട്ടനെ രക്ഷിക്കണം. ഒരുത്തനും കുത്തിക്കീറാൻ ഞാൻ എൻ്റെ ഏട്ടനെ വിട്ടു കൊടുക്കില്ല. സച്ചിയേട്ട, അനൂപേട്ടനെ എനിക്ക് രക്ഷിക്കണം. സച്ചിയേട്ടൻ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട്. ഞാനുണ്ട് തൻ്റെ കൂടെ, താൻ വാ എന്ന് പറഞ്ഞ് സച്ചിയും അർച്ചനയും അവിടെ നിന്ന് പോകുന്നു. ശേഷം മധുവിനെ കാണിക്കുന്നു. ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. വണ്ടി എടുക്കുകയാണ് അവർ. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നുണ്ട് അനൂപിൽ ഉള്ള സ്ഥലത്തേക്ക്. ഈ സമയം സച്ചിയും അർച്ചനയും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിക്ക് കോള് വിളിക്കുന്നുണ്ട്, എന്നാൽ കിട്ടുന്നില്ല. ബെൽ അടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. വിളിച്ചുകൊണ്ടേയിരിക്കാൻ പറയുന്നു. ഒടുവിൽ ധനുഷ് കോൾ എടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അനൂപേട്ടനുമായി അവിടുന്ന് രക്ഷപ്പെട്ടോളൂ. ചെങ്കൽ മധുവും ടീമും അവിടേക്ക് വരുന്നുണ്ട് എന്ന് അർച്ചന പറയുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഫോൺ കട്ട് ചെയ്തു. കട്ടായിരിക്കുന്നുണ്ട്. വീണ്ടും ട്രൈ ചെയ്യാൻ സച്ചി. അങ്ങനെ വീണ്ടും വിളിക്കുകയാണ് അർച്ചന. അവിടെ റേഞ്ച് ഇല്ല. എന്തായാലും കാര്യം പറഞ്ഞല്ലോ എന്ന് സച്ചി. അത് കേട്ടോന്ന് ആർക്കറിയാം. എന്തായാലും ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ എന്ന് അർച്ചന. ഈ സമയം മീരെ കാണിക്കുന്നുണ്ട്. അവന്തിക മീരെ വിളിക്കുന്നു. നിന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി അവനെ ജീവനോടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എല്ലാവരും, ഇവിടെ മുഴുവനും ആൾക്കാരായിരുന്നു. ആ ചെങ്കൽ മധുവും ആൾക്കാരും ഈ വീട് ഇളക്കി മറിച്ചു. എനിക്കതൊന്നും കേൾക്കണ്ട. എൻ്റെ അനൂപേട്ടന് എന്താ സംഭവിച്ചത് എന്ന് മീര ചോദിക്കുന്നു.
ഇതുവരെ ഒന്നും സംഭവിച്ചില്ല, ഇനി സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ അനൂപേട്ടൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം ആ ചെങ്കൽമധുവും ടീമും കണ്ടുപിടിച്ചു. അനൂപുള്ള സ്ഥലം അവർക്ക് പറഞ്ഞു കൊടുത്തത് ആരാണെന്നറിയാമോ? അനൂപിന്റെ സ്വന്തം അളിയൻ തന്നെ, സച്ചി. അവര് സ്വന്തം വീട്ടിൽ കയറി കളിച്ചപ്പോൾ സച്ചി അനൂപിനെ കൈവിട്ടു. അനൂപ് ചത്താലും ജീവിച്ചാലും അവനൊന്നുമില്ലല്ലോ എന്നൊക്കെ അവന്തിക പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ അവന്മാര് അനൂപിനെ തേടി പോയിട്ടുണ്ട്. അവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ. ഇത് കേട്ട് കരയുകയാണ് മീര. ഇനി അവൾ നോക്കിക്കോളും ബാക്കിയെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക. അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീര. അമ്മയെ വിളിക്കുന്നു. അമ്മയുടെ മോളും ഭർത്താവും കൂടി എൻ്റെ അനൂപേട്ടനെ ചതിച്ചു. ഞാനിത് എങ്ങനെ സഹിക്കുമെന്നൊക്കെ മീര കരഞ്ഞുകൊണ്ട് പറയുന്നു. അവര് എൻ്റെ അനൂപേട്ടനെ എന്തെങ്കിലും ചെയ്യും. അമ്മയുടെ മോളും മരുമകനും ചതിക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഇപ്പോൾ എന്തായി? അനൂപേട്ടനെ ഒളിച്ചിരുന്ന സ്ഥലം അമ്മയുടെ മരുമകൻ തന്നെയാ ആ ഗുണ്ടകളോട് പറഞ്ഞു കൊടുത്തത്. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. ഇടയ്ക്കായിട്ട് കമല പറയുന്നു, നിന്നോട് ഇതാരാ പറഞ്ഞത്? ഒരിക്കലും സച്ചിയും അച്ചുവും ഇത് ചെയ്യില്ല. അവർ രണ്ടുപേരും അനൂപിനെ ഒറ്റിക്കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇടയ്ക്കായിട്ട് ദേഷ്യത്തോടെ അമ്മയോട് മീര പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മോളെയും മരുമകനെയും വിശ്വാസമായിരിക്കും, പക്ഷേ എനിക്ക് ആ വിശ്വാസം ഇല്ല. അനൂപേട്ടനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ദേഷ്യത്തോട് തന്നെ പറയുകയാണ് മീര. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.